ഹായ് ഓൾ, ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പോൾ നമ്മളിന്ന് ടൈപ്സ് ഓഫ് ബിസിനസ് റിസർച്ചാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം, റിസർച്ച് എന്ന് പറയുന്നത് സെർച്ച് ആൻഡ് സെർച്ച് അഗെയിൻ, അതൊരു ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സാണ്. ഇതിൽ ടൈപ്സ് ഓഫ് ബിസിനസ് റിസർച്ചിൽ നമ്മൾ ഓൾറെഡി കോസൽ റിസർച്ചും എക്സ്പ്ലോറേറ്ററി റിസർച്ചൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാലും നമുക്ക് നോക്കാം. ടൈപ്സ് ഓഫ് ബിസിനസ് റിസർച്ച് ടോട്ടൽ 5 എണ്ണമാണ് വരുന്നത്. അപ്ലൈഡ് റിസർച്ച്, ബേസിക് റിസർച്ച്, എക്സ്പ്ലോറേറ്ററി റിസർച്ച്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, കോസൽ റിസർച്ച്. നമുക്ക് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്ലൈഡ് റിസർച്ച്. Applied research is used to solve a current problem faced by the managers, that is to find solution to a practical problem. Past theories, knowledge and methods are used for solving an existing problem. It is also known as action research. It is conducted when a decision is to be made about a specific real life problem. അപ്പോൾ അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത് ഒരു ബിസിനസ് റിസർച്ചാണ്, എ ടൈപ്പ് ഓഫ് ബിസിനസ് റിസർച്ച് വെയറിൻ ഈ ടൈപ്സ് ഓഫ് ബിസിനസ് റിസർച്ച് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് എപ്പോഴാണ് നമുക്ക് റിയൽ ലൈഫിൽ പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് എപ്പോഴാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്, ആ ഒരു സിറ്റുവേഷനിലാണ് അപ്ലൈഡ് റിസർച്ച് മെത്തേഡ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചാണെങ്കിൽ ഒരു ഓർഗനൈസേഷന് എംപ്ലോയീസ് സ്ട്രൈക്കിന് പോകുന്നു, അല്ലെങ്കിൽ ഓർഗനൈസേഷന് മാർക്കറ്റിൽ പ്രൊഡക്ട്സിൻ്റെ ഡിമാൻഡ് കുറവാണ്, സെയിൽസ് കുറഞ്ഞുകൊണ്ട് വരുന്നു, അല്ലെങ്കിൽ പ്രോഫിറ്റ് ജനറേഷൻ വളരെ കുറവായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഓർഗനൈസേഷൻ ഫേസ് ചെയ്യുന്ന പ്രാക്ടിക്കൽ റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് സിറ്റുവേഷൻസ്, ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ്, ഈ ടൈപ്പ് ഓഫ് ഹസാർഡ്സ് വരുമ്പോഴാണ് എന്തുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷൻ വരുന്നത്, എന്തുകൊണ്ടാണ് ഈ ഓർഗനൈസേഷൻ ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നത്, ആ ഒരു ടൈം പീരീഡിലാണ് അപ്ലൈഡ് റിസർച്ച് മെത്തേഡ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. Applied research is also known as action research, wherein it focuses on uncovering what needs are not being met and use that information in designing products or services that would create their own demand. നമ്മൾ ഈ ഇടയ്ക്ക് ഒരു ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും, എനിക്ക് തോന്നുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന്, അതായത് ബനാന പ്ലാന്റേഷൻ, വാഴക്കൃഷിയിൽ ഇപ്പം മെയിനായിട്ട് കണ്ടുവരുന്നൊരു രോഗമാണ് ഇങ്ങനെ ഒരു മഞ്ഞപ്പ് പോലെ ഒരു കുത്തുന്ന് പറഞ്ഞിട്ട്, അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ആ ബനാന പ്ലാന്റേഷൻ അത് ഉണങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ആ ഒരു ചെടി അത് ബാക്കിയുള്ള ബനാന പ്ലാന്റേഷനെ ഹോളായിട്ട് അഫക്റ്റും ചെയ്യുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ രോഗം വന്നത്? ഇതൊരു പ്രാക്ടിക്കൽ റിയൽ ലൈഫ് സിറ്റുവേഷനാണ്, എല്ലാ ഫാമേഴ്സും ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ്, ഒരു ഹസാർഡാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ രോഗം വരാനുള്ള കാരണം, എന്താണ് അതിൻ്റെ ബേസിക് റിയൽ ലൈഫ് പ്രോബ്ലം, എന്താണ് ആ രോഗത്തിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം, ഇതൊക്കെ നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഫേസ് ചെയ്യുന്ന റിയൽ ലൈഫ് പ്രാക്ടിക്കൽ സിറ്റുവേഷൻ പ്രോബ്ലംസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിലാണ് നമ്മൾ അപ്ലൈഡ് റിസർച്ച് മെത്തേഡ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. Thus, applied research brings in new customers and also provide better products and services to the existing customer. ഇപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ ഇപ്പോൾ പ്രൊഡക്റ്റിന് ഡിമാൻഡ് വളരെ കുറവാണ്, സെയിൽ അധികം വരുന്നില്ല, പ്രോഫിറ്റ് ജനറേഷൻ വരുന്നില്ല. അപ്പോൾ അത് റിയൽ ലൈഫ് പ്രാക്ടിക്കൽ സിറ്റുവേഷനാണ്. ആ ഒരു ടൈം പീരീഡിൽ നമ്മൾ അപ്ലൈഡ് റിസർച്ച് മെത്തേഡാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന. വേറെ എന്തുകൊണ്ടാണ് ആ സിറ്റുവേഷൻ വരാനുള്ള കാരണം, എന്തുകൊണ്ടാണ് നമ്മുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് കുറവ്, ഈ ഒരു സൊല്യൂഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ റിസർച്ച് നടത്തുന്നു, ഒബ്സർവേഷൻ കളക്ട് ചെയ്യുന്നു, ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു, ഒബ്സർവേഷൻ കണ്ടക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിനുള്ള ഇൻഫർമേഷൻ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നു, ഗ്യാദർ ചെയ്യുന്നു. ഈ ഡാറ്റ കളക്ഷനിലൂടെ, ഈ ഇൻഫർമേഷൻ ഗ്യാദറിങ്ങിലൂടെ നമുക്ക് പുതിയ പ്രൊഡക്ട്സ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഐഡിയ കൂടി കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ പ്രൊഡക്ട്സിന് സെയിലില്ല എന്നുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുമ്പോൾ ദർ ആർ ചാൻസസ് ദാറ്റ് ഇപ്പോഴത്തെ മാർക്കറ്റ് സിനാരിയോയിൽ ഇപ്പോഴത്തെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് എന്താണ് അവരുടെ നീഡ് ആൻഡ് വാണ്ട്, ഇതിനെക്കുറിച്ച് കൂടിയുള്ള ഒരു ഇൻഫോർമേഷൻ കളക്ട് ചെയ്ത് കിട്ടാൻ നമുക്ക് ചാൻസ് ഉണ്ട്. അപ്പോൾ അപ്ലൈഡ് റിസർച്ച് റിയൽ ലൈഫ് പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ വരുമ്പോൾ അപ്ലൈഡ് റിസർച്ച് മെത്തേഡ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ ബ്രിങ്ങിങ് ന്യൂ കസ്റ്റമേഴ്സ്. ഇപ്പോഴത്തെ മാർക്കറ്റ് ഡിമാൻഡ്, ഇപ്പോഴത്തെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ നീഡ് ആൻഡ് വാണ്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഡിമാൻഡ് കുറവുള്ള പ്രൊഡക്ട്സിന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മാർക്കറ്റിലോട്ട് കൊണ്ടുവരാൻ, കുറച്ചുകൂടി ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്തിട്ട് മാർക്കറ്റിലോട്ട് കൊണ്ടുവരാനായിട്ട് നമ്മൾ ഹെൽപ്പും ചെയ്യുന്നു. ഇതാണ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ബേസിക് റിസർച്ച്. ബേസിക് ഓർ പ്യൂർ റിസർച്ച് ഈസ് മെയിൻലി കൺസേൺഡ് വിത്ത് generalization and with the formulation of a theory that aims at extension of knowledge. It also verifies the old established principles and law. Basic research leads to discovery of new theory and development of existing theory, and it lays the foundation for applied research. നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു തിയറി ബിൽഡിംഗ്. തിയറി ബിൽഡിങ്ങിൽ നമ്മൾ കൺസ്ട്രക്ട്സ് യൂസ് ചെയ്യുന്നു, കോൺസെപ്റ്റ്സ് യൂസ് ചെയ്യുന്നു, പ്രോബ്ലംസ് യൂസ് ചെയ്യുന്നു, ഓപ്പറേഷണൽ ഡെഫിനിഷനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു.
അതേ കാര്യം തന്നെയാണ് ഇവിടെ ബേസിക് റിസർച്ചിലും പറയുന്നത്. എപ്പോഴാണ് നമ്മൾ പർട്ടിക്കുലർ ഒരു റിസർച്ചർ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് ഒരു പർട്ടിക്കുലർ ഒരു കാര്യത്തിനെ കുറിച്ച്, ഒരു സിറ്റുവേഷനെ കുറിച്ച് ഒരു തിയറി ബിൽഡപ്പ് ചെയ്യണം, ഒരു തീസിസ് പ്രൊവൈഡ് ചെയ്യണം, ആ സിറ്റുവേഷനിലൊക്കെ നമ്മൾ ബേസിക് റിസർച്ച് മെത്തേഡാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഓൾ ഇൻ ഓൾ, എപ്പോഴാണ് നമുക്കൊരു കാര്യത്തിനെ കുറിച്ച് അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ കുറിച്ച് ജനറലൈസേഷൻ കൊണ്ടുവന്നിട്ട് ഒരു ബേസിക് തിയറി നമുക്ക് ബാക്കിയുള്ള കൺസ്യൂമേഴ്സിനടുത്തോട്ട് എത്തിക്കണം, അതിനെക്കുറിച്ച് വൈഡ് വെറൈറ്റി ആയിട്ട് നമുക്ക് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം. ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനെ കുറിച്ച് ഒരു തിയറി ബിൽഡപ്പ് ചെയ്യണം. എപ്പോഴാണ് ആ ഒരു ക്രൈസിസ് നമുക്ക് ഉണ്ടാകുന്നത്, ആ ഒരു സിറ്റുവേഷൻ അറൈസ് ചെയ്യുന്നത്, ആ ഒരു ടൈം പീരീഡിലാണ് ബേസിക് റിസർച്ച് മെത്തേഡ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇറ്റ് ഓൾസോ വെരിഫൈസ് ദ ഓൾഡ് എസ്റ്റാബ്ലിഷ് പ്രിൻസിപ്പൾസ് ആൻഡ് ലോ. നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളൊരു തീസിസ് കണ്ടക്ട് ചെയ്യുമ്പോൾ, ഒരു തിയറി ബിൽഡപ്പ് ചെയ്യുമ്പോൾ ഓൾറെഡി ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് മുമ്പ് ആരെങ്കിലും എന്തെങ്കിലും റിസർച്ച് കണ്ടക്ട് ചെയ്തിട്ടുണ്ടോ, തീസിസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ, ആ ടോപ്പിക്കിനെ കുറിച്ചുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ് റൂൾസ് ആൻഡ് റെഗുലേഷൻ, പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഡെഫിനിഷനൊക്കെ നമ്മൾ എന്തായാലും റിസർച്ചിന് യൂട്ടിലൈസ് ചെയ്യും, കുറച്ചുകൂടി കാര്യങ്ങൾ ഇൻ ഡെപ്തായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി. ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ തിയറി ആയിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ആ ഒരു നേരത്തെ എസ്റ്റാബ്ലിഷ് ചെയ്ത തിയറീസ് വരുന്നത്, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ അല്ലയോ, അതിന് കൂടിയുള്ള ഒരു ബേസിക് റിസർച്ച് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. ബേസിക് റിസർച്ച് ലീഡ്സ് ടു ഡിസ്കവറി ഓഫ് ന്യൂ തിയറീസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് എക്സിസ്റ്റിംഗ് തിയറി ആൻഡ് ഇറ്റ് ലേസ് എ ഫൗണ്ടേഷൻ ഫോർ അപ്ലൈഡ് റിസർച്ച്. അപ്ലൈഡ് റിസർച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പ്രാക്ടിക്കൽ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എപ്പോഴാണ് അറൈസ് ചെയ്യുന്നത്, ആ ഒരു ടൈം പീരീഡിലാണ് അപ്ലൈഡ് റിസർച്ച് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. ബേസിക് റിസർച്ചിലൂടെ നമ്മളൊരു പർട്ടിക്കുലർ സിറ്റുവേഷനെ കുറിച്ച് നമ്മൾ തിയറി ബിൽഡപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ മാത്തമാറ്റിക്സിലൊക്കെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുകയാണെങ്കിൽ, മാത്തമാറ്റിക്സ് അല്ല, ഇപ്പോൾ അക്കൗണ്ട്സ് ആയാലും ശരി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആയാലും ശരി, നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ തിയറിയാണ് പഠിക്കാൻ പോകുന്നത്. തിയറിയിൽ എന്താണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ മെത്തേഡ്സ് എന്താണ് പറഞ്ഞിട്ടുള്ളത്, അത് നമ്മൾ ആദ്യം തിയറി തന്നെ നമ്മൾ പഠിക്കും. അതിനുശേഷമാണ് അതിൻ്റെ പ്രാക്ടിക്കൽ പ്രോബ്ലംസിലോട്ട് നമ്മൾ വരുന്നത്, അതിൻ്റെ സൊല്യൂഷനിലോട്ട് വരുന്നത്. അപ്പോൾ ഈ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ, സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് തിയറിറ്റിക്കൽ നോളജ്. അപ്പോൾ ബേസിക് റിസർച്ച് എന്ന് പറയുന്നത് അതിലൂടെ കിട്ടുന്ന ഇൻഫോർമേഷൻ, അതിലൂടെ കിട്ടുന്ന തിയറി ബിൽഡപ്പ്, അത് നമുക്ക് അപ്ലൈഡ് റിസർച്ച്, പ്രാക്ടിക്കൽ റിയൽ ലൈഫ് സിറ്റുവേഷനിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു. Basic research is purely theoretical to increase our understanding of certain phenomena or behavior, but does not seek to solve any existing problem. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 6th സെമസ്റ്റർ ആകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊജക്റ്റ് വരികയും ആ പ്രൊജക്റ്റ് ബിസിനസ് റിസർച്ച് മെത്തേഡ് ബേസ് ചെയ്തിട്ട് നിങ്ങൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുക, ആ ബേസിസിലാണ് പ്രൊജക്റ്റ് തരുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ഈ BRM ബിസിനസ് റിസർച്ച് മെത്തേഡിൽ നിങ്ങൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും തിയറിറ്റിക്കൽ നോളജാണ്. ഒരു ബേസിക് റിസർച്ച് വേണമെങ്കിൽ നമുക്ക് പറയാം എല്ലാം തിയറിറ്റിക്കൽ നോളജ് മാത്രം. അതിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത് എപ്പോഴാണ്, നിങ്ങളൊരു റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ. 6th സെമസ്റ്ററിൽ നിങ്ങളുടെ റിസർച്ച് പ്രൊജക്റ്റ് നിങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അപ്ലൈഡ് റിസർച്ച് വരുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഈ തിയറിറ്റിക്കൽ നോളജൊക്കെ നിങ്ങൾ അവിടെ യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ബേസിക് റിസർച്ച് അപ്ലൈഡ് റിസർച്ചിന് ഒരു ബേസിസ് പ്രൊവൈഡ് ചെയ്യുന്നു, ഒരു ബേസ് ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്ലൈഡ് റിസർച്ച് നമുക്ക് പ്രാക്ടിക്കൽ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ വരുന്ന പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ ഈ പറഞ്ഞ ബേസിക് റിസർച്ച് നമ്മളെ സഹായിക്കുന്നു. ബേസിക് റിസർച്ച് എന്ന് പറയുന്നത് ഒരു തിയറി ബിൽഡിംഗ് ആണ്. തിയറിറ്റിക്കൽ നോളജ് മാക്സിമം നമ്മൾ ഗ്യാദർ ചെയ്യുകയും നേരത്തെ മുമ്പ് പറഞ്ഞിട്ടുള്ള എല്ലാ എസ്റ്റാബ്ലിഷ് ലോസും പ്രിൻസിപ്പൾസും ശരിയാണോ വെരിഫൈ ചെയ്യാനും നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു. ഡിഫറൻസ് ബിറ്റ്വീൻ ബേസിക് റിസർച്ച് ആൻഡ് അപ്ലൈഡ് റിസർച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്, ഇതിൻ്റെ ഡിഫറൻസിയേഷനാണ് വരുന്നത്. Applied research, it is related with application of theories or models for finding a solution for an immediate problem faced by the society. Basic research, it is concerned with generalization and with the formulation of a theory. ഇപ്പോൾ പ്രൊജക്റ്റിൻ്റെ കാര്യം തന്നെ പറഞ്ഞു, 6th സെമസ്റ്ററിൽ നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ അപ്ലൈഡ് റിസർച്ചാണ് യൂട്ടിലൈസ് ചെയ്യുക. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് വേണോ, അല്ലെങ്കിൽ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് മെത്തേഡാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ക്ലസ്റ്റർ സാമ്പിളിംഗ് മൾട്ടി ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യം ബേസ് ചെയ്തിട്ട് നിങ്ങളൊരു ഡിസിഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ അപ്ലൈഡ് റിസർച്ചിൽ പറയുന്നത്. ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദി അപ്ലിക്കേഷൻ ഓഫ് തിയറീസ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യത്തിനെ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അതാണ് അപ്ലൈഡ് റിസർച്ചിൽ പറയുന്ന ബേസ് കാര്യങ്ങൾ. തിയററ്റിക്കൽ അല്ലെങ്കിൽ ബേസിക് റിസർച്ചിൽ ജനറലൈസേഷൻ, ഒരു തിയറി ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്ന മെത്തേഡിനാണ് ബേസിക് റിസർച്ച് എന്ന് പറയുന്നത്. ഇറ്റ് സ്റ്റഡീസ് പ്രോബ്ലംസ് വിത്ത് ഇമ്മീഡിയറ്റ് സോഷ്യൽ കോൺസിക്വൻസസ് വെയറിൻ ബേസിക് റിസർച്ച് സ്റ്റഡീസ് എനി പ്രോബ്ലം. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ അപ്ലൈഡ് റിസർച്ച് മെയിനായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്
ഓർഗനൈസേഷൻ, ബിസിനസ് ഓർഗനൈസേഷൻ ഇമ്മീഡിയറ്റ് ഫേസ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ്, അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഓവർകം ചെയ്ത് വരേണ്ട സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് ഏതൊക്കെയാണ്, അവിടെയാണ് നമ്മൾ അതിന് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ടീമിനെ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ഒരു എക്സാമ്പിൾ പറയാം, നമ്മുടെ COVID-19, ദ ഹോൾ വേൾഡ് ഈസ് ഫേസിങ് സച്ച് എ ക്രൈസിസ്. നമ്മളിപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഓവർകം ചെയ്ത് വരേണ്ട ഒരു ക്രൈസിസിനെയാണ് ഈ പറഞ്ഞ COVID-19 ക്രൈസിസ് നമുക്ക് പറയാം. അവിടെ നമ്മൾ അപ്ലൈഡ് റിസർച്ചാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. നമുക്കറിയുന്ന ഈ വൈറസിനെ കുറിച്ച് അറിയുന്ന എല്ലാ കാര്യങ്ങളെയും അതെല്ലാം കൂടി യോജിപ്പിച്ച് ആ നോളജ് മൊത്തം കളക്ട് ചെയ്തിട്ട് അതിനുള്ള ഒരു ആൻറ്റി വാക്സിൻ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ദ റിപ്പോർട്ട്സ് ആർ പ്രിപ്പയർഡ് ഇൻ കോമൺ നോളജ്, റിപ്പോർട്ട്സ് ആർ പ്രിപ്പയർഡ് ഇൻ ടെക്നിക്കൽ ലാംഗ്വേജ്. ബേസിക് റിസർച്ചിൽ അല്ലെങ്കിൽ തിയറിറ്റിക്കൽ ജനറേഷനിൽ ദ റിപ്പോർട്ട്സ് ആർ പ്രിപ്പയർഡ് ഇൻ ടെക്നിക്കൽ ലാംഗ്വേജ്. ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് പറയാൻ സാധിക്കുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ഓരോ ഡെഫിനേഷൻസ് ആണ്. തിയറിറ്റിക്കൽ അല്ലെങ്കിൽ ബേസിക് റിസർച്ചിലൂടെ കളക്ട് ചെയ്ത ഇൻഫോർമേഷനാണ്. അതിൻ്റെ റിപ്പോർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ടെക്നിക്കൽ ലാംഗ്വേജ് അല്ലെങ്കിൽ അതിനൊരു സ്റ്റാൻഡേർഡൈസ്ഡ് ലാംഗ്വേജ് നമ്മൾ ഫോളോ ചെയ്യും. ഇപ്പോൾ ചില ഡെഫിനേഷൻസ് ഒക്കെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു വട്ടം വായിച്ചാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാകണം എന്നില്ല. വീണ്ടും 2, 3, 4 വട്ടം വായിച്ചാൽ മാത്രമേ ആ ഡെഫിനിഷൻ, അതും ഫുൾ സ്റ്റോപ്പായിട്ട് പറയുന്ന ഓരോ വേർഡ് എന്താണെന്ന് വായിച്ചെടുത്ത് മനസ്സിലാക്കിയാൽ മാത്രമേ ദ ഹോൾ ഡെഫിനിഷൻ നമുക്ക് മനസ്സിലാക്കി കിട്ടത്തുള്ളൂ. അപ്പോൾ തിയറിറ്റിക്കൽ നോളജ് അല്ലെങ്കിൽ ബേസിക് റിസർച്ചിൽ പറയുന്നത് ദ റിപ്പോർട്ട്സ്, നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് ഡാറ്റ അനലൈസ് ചെയ്ത് നമ്മൾ കൊണ്ടുവരുന്ന റിപ്പോർട്ടൊക്കെ ടെക്നിക്കൽ ലാംഗ്വേജ്, ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് കോമൺ ലാംഗ്വേജ് നമ്മൾ ഫോളോ ചെയ്യുന്നു. Applied research is goal-oriented research process and must be completed within a fixed amount of time. Whereas basic research, under this, the investigators look into problems that they find professionally interesting. Applied research ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, COVID-19 ഇന്ത്യ ബൈ ഓഗസ്റ്റ് 15 കോവിഡിന് അല്ലെങ്കിൽ കൊറോണ വൈറസിനെതിരെയുള്ള ഒരു ആൻറ്റിവൈറസ് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു ടൈം ഫ്രെയിം നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞു. അതല്ലെങ്കിൽ ബാക്കിയുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ബൈ ദ എൻഡ് ഓഫ് 2020 ഇതിനുള്ളൊരു ആൻറ്റി വാക്സിൻ മാർക്കറ്റിലോട്ട് നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നു. അപ്പോൾ അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ടൈം ഫ്രെയിം ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഒരു ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സ്, നമ്മുടെ ലക്ഷ്യം എന്താണ് അത് ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ് അത് ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ ഈ ഒബ്ജക്റ്റീവ് നമ്മൾ എത്താൻ വേണ്ടി ഈ ഒരു ക്രൈസിസിനെ ഓവർകം ചെയ്യണം, അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഇത് ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ കണ്ടുപിടിക്കുന്നു, അതിനൊരു ഒബ്ജക്റ്റീവ്, ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. അതാണ് എ ഫിക്സഡ് എമൗണ്ട് ഓഫ് ടൈം ഈസ് ഓൾറെഡി സെറ്റ് ഇൻ അപ്ലൈഡ് റിസർച്ച്. It tries to explain how things can be changed, whereas basic research tries to explain why things happen. ഇപ്പോൾ നമ്മൾ തിയറിറ്റിക്കൽ സബ്ജക്ട്സ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം, അതിൽ ഫുൾ A to Z കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് അത് ഉണ്ടായത്, അത് ഉണ്ടാവാനുള്ള കാരണം എന്താണ്, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള A to Z കാര്യങ്ങൾ ആ തിയറിറ്റിക്കൽ സബ്ജക്റ്റിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മളിപ്പോൾ ബിസിനസ് റിസർച്ചിനെ കുറിച്ച് പഠിക്കുക തന്നെയാണെങ്കിൽ അതിൽ തന്നെ ബിസിനസ് റിസർച്ച് റിലേറ്റഡ് ആയിട്ട് ബിസിനസ് റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഇമ്പോർട്ടൻസ്, അഡ്വാൻറ്റേജസ്, ദെൻ ടൈപ്സ്, ഫേസസ് ഓഫ് ബിസിനസ് റിസർച്ച്, ഇങ്ങനെ A to Z കാര്യങ്ങൾ, ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് A to Z കാര്യങ്ങൾ തിയറിറ്റിക്കൽ നോളജ് നമുക്ക് ലഭിക്കുന്നു. ഇറ്റ് ട്രൈസ് ടു എക്സ്പ്ലെയിൻ വൈ തിങ്സ് ഹാപ്പൻ, എന്തുകൊണ്ടാണ് അത് ഉണ്ടാവുന്നത്, എങ്ങനെയാണ് അത് ഉണ്ടായത്, ഇനി എങ്ങനെ നമുക്കതിനെ ഓവർകം ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് തിയറിറ്റിക്കൽ നോളജായിട്ട് ബേസിക് റിസർച്ചിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അടുത്ത ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ബിസിനസ് റിസർച്ചിൽ തേർഡ് വൺ, എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഓർ formulative research. It is an initial research wherein the data is analyzed to explore the possibilities of obtaining as many as relationship as possible between different variables without knowing the end application of it. The research provides a basis for general findings. എക്സ്പ്ലോറേറ്ററി റിസർച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതൊരു പ്രിലിമിനറി സ്റ്റഡിയാണ് വേറെ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് മാക്സിമം ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രിലിമിനറി സ്റ്റഡിയാണ്. ഇറ്റ് ഈസ് ആൻ ഇനീഷ്യൽ റിസർച്ച് വെയറിൻ ദ ഡാറ്റ ഈസ് അനലൈസ്ഡ് ടു എക്സ്പ്ലോർ ദ പോസിബിലിറ്റീസ് ഓഫ് ഒബ്റ്റെയിനിങ് ആസ് മെനി ആസ് റിലേഷൻഷിപ്പ് ആസ് പോസിബിൾ. അപ്പോൾ നമ്മളൊരു റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ വരുന്ന വേരിയബിൾസ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും ഡിപെൻഡൻറ്റ് വേരിയബിൾസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ വേരിയബിൾസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയും, ഇപ്പോൾ നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനിൽ നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു, മാനുഫാക്ചറിങ് പ്രോസസ്സൊക്കെ കഴിഞ്ഞ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ പ്രൊഡക്റ്റിന് എത്ര കോസ്റ്റ് ഫിക്സ് ചെയ്യണം, ഇതാണ് നമ്മുടെ ടോപ്പിക്ക് വരുന്നത്. ഒരു പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തതിന് നമ്മൾ എത്രയാണ് കോസ്റ്റ് ഫിക്സ് ചെയ്യേണ്ടത്. ആ ടോപ്പിക്ക് വരുമ്പോൾ ആ കോസ്റ്റായിട്ട് റിലേറ്റഡ്, ആ ഒരു ടോപ്പിക്കായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന വേരിയബിൾസ് എന്ന് പറയുന്നത് പ്രൈസ് വരുന്നുണ്ട്, ഡിമാൻഡ് വരുന്നുണ്ട്, സെയിൽ വരുന്നുണ്ട്, കസ്റ്റമേഴ്സ് ബിഹേവിയർ പാറ്റേൺ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 4 ഫാക്ടേഴ്സ് എടുത്തു പറയുന്നു. അപ്പോൾ ഈ വരുന്ന 4 ഫാക്ടേഴ്സ് തമ്മിൽ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുക.
പ്രൈസും ഡിമാൻഡും തമ്മിലെ റിലേഷൻഷിപ്പ് എന്താ നോക്കുക, ഡിമാൻഡും സെയിലും തമ്മിലെ റിലേഷൻഷിപ്പ് എന്താ നോക്കുക, പ്രൈസും കസ്റ്റമർ ബിഹേവിയർ പാറ്റേൺ എന്താണ്, ഇത് തമ്മിലുള്ള ആസ് മെനി റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുക. സോ ദാറ്റ് നമുക്ക് ആ പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് വൈഡ് നോളേജ്, ഒരു ഇൻസൈറ്റ്, ഒരു ഡെപ്തായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് നോളേജ് നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കുന്നു. അതിനാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചുള്ള കാര്യം തന്നെ, ഇറ്റ് ഈസ് എ പ്രിലിമിനറി സ്റ്റഡി, ഇറ്റ് ഈസ് ആൻ ഇനീഷ്യൽ റിസർച്ച്. Exploratory research is a preliminary study of a new problem about which the researcher has little or no knowledge. The focus is on gaining insight and familiarizing for later investigation. ഇപ്പോൾ നിങ്ങൾ പ്രൊജക്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യും. ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്ത് നമ്മളത് റിസർച്ചിലോട്ട് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഒരു റഫ് ഡാറ്റ, ഒരു റഫ് നമ്പർ ഓഫ് 10 ക്വസ്റ്റ്യൻസ്, ഒരു റഫ് ഫിഗർ ആയിട്ട് നമ്മളൊരു 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, റോ ഡാറ്റ. എന്നിട്ട് അതിൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു, അതിൽ നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നു. ആ ഒരു പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യനെയർ, റഫായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യനെയറിൽ നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നു, ഒരു 10 to 15 സാമ്പിൾസ് യൂട്ടിലൈസ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ഒരു മാക്സിമം നോളേജ് നമുക്ക് ലഭിക്കും. ഈ പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആണോ, ഈ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ക്ലിയർ ആയിട്ട് നമ്മൾ എന്താണ് മീൻ ചെയ്യുന്നത്, അത് അവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, ഇതിനെക്കുറിച്ചൊരു നോളേജ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഒരു പ്രിലിമിനറി, ഒരു ഇനീഷ്യൽ റിസർച്ച് മെത്തേഡാണ്. നമുക്ക് ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് മാക്സിമം നോളേജ്, മാക്സിമം ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. The results of exploratory research are not usually used for decision making by themselves, but they can provide significant insight into a given situation. The following are the different types of exploratory research: literature survey, experience survey, study of insight, stimulating cases. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ, നമുക്ക് ഒരു ബിസിനസ് ഓർഗനൈസേഷന് നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. നമ്മളത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് മുന്നേ തന്നെ അതിനെക്കുറിച്ച് മാക്സിമം ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യാൻ ശ്രദ്ധിക്കും. നമുക്ക് വേണമെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ ബാലൻസ് ഷീറ്റ് കളക്ട് ചെയ്യാം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കളക്ട് ചെയ്യാം. ലാസ്റ്റ് 5 ഇയേഴ്സിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഓൾറെഡി നമുക്കറിയാം ആ ഓർഗനൈസേഷൻ പ്രോഫിറ്റബിൾ ആണോ, അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം റിട്ടേൺ നമുക്ക് ലഭിക്കുമോ ഇല്ലയോ. അതേപോലെ മാർക്കറ്റ് വാല്യൂ, നമുക്ക് പീരിയോഡിക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് റിപ്പോർട്ട്സ് വേണമെങ്കിൽ കളക്ട് ചെയ്യാം. ആ ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷനെ കുറിച്ച് എങ്ങനെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ, എങ്ങനെയാണ് മാർക്കറ്റ് റിലേറ്റഡ് ഏരിയാസിലൊക്കെ ഈ ഓർഗനൈസേഷൻ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ലിറ്ററേച്ചർ സർവേയിൽ പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചുള്ള റിപ്പോർട്ട്സ്, തീസസ്, ഈ പറഞ്ഞ റിസർച്ച് അനാലിസിസ് ഒക്കെ വേണ്ടി നമുക്ക് കളക്ട് ചെയ്യാൻ എക്സ്പ്ലോറേറ്ററി റിസർച്ചിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ആണ് എക്സ്പീരിയൻസ് സർവേ. എക്സ്പീരിയൻസ് സർവേ എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച്, നമ്മുടെ റിസർച്ച് ടോപ്പിക് എന്താണ്, അതേ ടോപ്പിക്കിനെ കുറിച്ച് ഇതിന് മുമ്പ് റിസർച്ച് നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ്ഡ് റിസർച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സീനിയർ അനാലിസ്റ്റിനൊക്കെ അവരുടെ അടുത്ത് പോയിട്ട് നമുക്ക് വേണ്ടി ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യാം. നമുക്കൊരു ബേസിക് ഐഡിയ ലഭിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി ഇൻ്റർവ്യൂ അവരുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് എക്സ്പീരിയൻസ് സർവേയിലൂടെ പറയുന്നത്. ഇതേ ടോപ്പിക്കിനെ കുറിച്ച് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തതയുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് ചെന്നിട്ട് ഇൻഫോർമേഷൻ നമ്മൾ കളക്ട് ചെയ്യുന്നു. സ്റ്റഡി ഓഫ് ഇൻസൈറ്റ്, സ്റ്റിമുലേറ്റിംഗ് കേസസ്. ഇതൊരു ഇൻഡെപ്ത് സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയബിൾസ് ആണ്. ഞാൻ നേരത്തെ തന്നെ നമ്മൾ നോക്കിയത്, ആദ്യം തന്നെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, ഒരു പ്രൊഡക്റ്റിന് കോസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ പ്രൈസും ഡിമാൻഡും അല്ലെങ്കിൽ പ്രൈസും സെയിലും, ഡിമാൻഡും സെയിലും, പ്രൈസും കസ്റ്റമർ ബിഹേവിയർ പാറ്റേണും, ഇത് നമ്മൾ ആസ് മെനി റിലേഷൻഷിപ്പ് നമ്മൾ കളക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുന്നു. അപ്പോൾ ആ പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഇൻ ഡെപ്തായിട്ട് അതിൻ്റെ എ ടു സെറ്റ് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതാണ് ഇവിടെ സ്റ്റഡി ഫോർ ഇൻസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് കേസസ് എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് ഇൻ ഡെപ്തായിട്ട് നമുക്ക് നോളജ് ലഭിക്കാൻ സാധിക്കുന്നു. അടുത്ത മെത്തേഡാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ഇറ്റ് ഈസ് എ ഫാക്ട് ഫൈൻഡിംഗ് ഇൻവെസ്റ്റിഗേഷൻ. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഹെൽപ്സ് ഇൻ ഐഡൻറ്റിഫൈയിങ് ആൻഡ് ഒബ്റ്റെയിനിങ് information on a particular problem or issue. So any research which is used to describe the characteristics of data is termed as descriptive research. ചുരുക്കി പറഞ്ഞാൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് വാസ്റ്റായിട്ട് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്ന മെത്തേഡിനാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓർഗനൈസേഷൻ്റെ കോസ്റ്റ് തന്നെ, ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് തന്നെ നമ്മൾ ഫിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് ആരൊക്കെയാണ്, കസ്റ്റമേഴ്സിൽ വരുന്ന ഏജ് പാറ്റേൺ, ടീനേജ് വരുന്നുണ്ടോ, ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് ടീനേജേഴ്സാണോ കൂടുതലായിട്ട്, അതല്ലെങ്കിൽ അഡൾട്ട് പീപ്പിൾ ആണോ, അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺസ് ആണോ പ്രൊഡക്റ്റ് യൂട്ടിലൈസ് ചെയ്യുന്നത്, അതേപോലെ ഏതൊക്കെ ഏരിയാസിലാണ് പ്രൊഡക്റ്റിൽ കൂടുതൽ സെയിൽ ഉണ്ടാവുന്നത്, ഏത് ഏരിയാസിലാണ് നമുക്ക് മാക്സിമം കസ്റ്റമേഴ്സ് വരുന്നത്, നമ്മൾ ആ പ്രൊഡക്റ്റ് റിലേറ്റഡ് നമ്മൾ കൊണ്ടുവന്ന മാർക്കറ്റിംഗ് അഡ്വർടൈസ്മെൻറ്റ് ഹെൽപ്ഫുൾ ആവുന്നുണ്ടോ,
അപ്പോൾ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് ഇൻ ഡെപ്ത് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നു. ഒരു ഫുൾ വാസ്റ്റ് വൈഡ് ഏരിയ നമ്മൾ കവർ ചെയ്യുന്നു, അതിനെക്കുറിച്ചുള്ള A to Z കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഇവിടെയാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് മെത്തേഡ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. The data required for descriptive research are collected through observation, interview and questionnaire. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് മനസ്സിലാക്കാനാണെങ്കിൽ ആ പ്രൊഡക്റ്റിന് റിലേറ്റഡ് ആയിട്ട് കസ്റ്റമേഴ്സ് ആരൊക്കെയാണ്, ഏജ് വൈസ് കാറ്റഗറൈസ് വേണ്ടി നമുക്ക് ചെയ്യാം. ടീനേജേഴ്സാണ് കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്നത്, അഡൾട്ട് പീപ്പിൾ ആണോ അതോ സീനിയർ സിറ്റിസൺസ് ആണ് കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്നത്, ഇതൊക്കെ വേണ്ടി നമുക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാം. ഈ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒബ്സർവേഷനിലൂടെയോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ നടത്തിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യനർ പ്രിപ്പയർ ചെയ്തിട്ട് റിസർച്ച് കണ്ടക്ട് ചെയ്തിട്ടോ വേണമെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിന് വേണ്ടിയുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ സാധിക്കും. അടുത്ത ടോപ്പിക്കാണ് കോസൽ റിസർച്ച്. നമ്മൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു നമ്മുടെ ബിസിനസ് റിസർച്ച് ഡിസൈനിൽ റിസർച്ച് ഡിസൈൻ ചാപ്റ്ററിൽ 3rd ചാപ്റ്ററിൽ ഓൾറെഡി കോസൽ റിസർച്ച് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇറ്റ് ഈസ് യൂസ് ടു ഒബ്റ്റെയിൻ എവിഡൻസ് ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ ഹാപ്പൻ ചെയ്യുമ്പോൾ അത് എന്തുകൊണ്ടാണ് ഹാപ്പൻ ചെയ്തത്, വാട്ട് ആർ ദ കോസസ് ഓഫ് ഹാപ്പനിങ്, ഇത് കണ്ടുപിടിക്കുകയാണ് കോസൽ റിസർച്ചിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് വരുന്നത്. ഇപ്പോൾ COVID-19 തന്നെ, എന്തുകൊണ്ടാണ് COVID-19, എങ്ങനെയാണ് COVID-19 എന്ന് പറഞ്ഞ വൈറസ് മനുഷ്യരിലോട്ട് പകർന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഉത്ഭവം ഉണ്ടായിട്ടുള്ളത്, അതിൻ്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്, ഈ വൈറസ് എങ്ങനെയാണ് പൊട്ടി പുറപ്പെട്ടിട്ടുള്ളത്, ഇതിനെക്കുറിച്ചുള്ള ഫാക്ട് ഫൈൻഡിങ് ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡിനാണ് കോസൽ റിസർച്ച് എന്ന് പറയുന്നത്. കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ഈ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ കാരണം ഏതൊക്കെ വേരിയബിൾസിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, COVID-19 പറഞ്ഞ സിറ്റുവേഷൻ വന്നതുകൊണ്ട് അതിൻ്റെ എഫക്റ്റ് എവിടെയൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നു. മാർക്കറ്റിൽ അനുഭവിക്കുന്നു, എക്കോണമികൾ തകരുന്നു, കൺട്രികൾ തകരുന്നു, GDP ഗ്രോത്ത് വളരെ കുറവാകുന്നു, കസ്റ്റമേഴ്സിന് ജോലി, ഇൻഡിവിജ്വൽസ് പബ്ലിക്കിന് ജോലി നഷ്ടപ്പെടുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ എഫക്റ്റ് റിലേഷൻഷിപ്പ് വരുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ അറൈസ് ചെയ്യുമ്പോൾ അത് എന്തുകൊണ്ടാണെന്നും അതിൻ്റെ എഫക്റ്റ് എവിടെയൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതും ഇതാണ് കോസൽ റിസർച്ച് നമ്മൾ പഠിക്കുന്നത്. കോസൽ ഓർ പ്രെഡിക്റ്റീവ് റിസർച്ച് സീക്സ് ടു എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ എ പർട്ടിക്കുലർ സിറ്റുവേഷൻ. ഇറ്റ് ഈസ് ഡെൽറ്റ് ബേസിക്കലി വിത്ത് എ വൈ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻ അറൈസ് ചെയ്തത്. If the objective of a research is to determine which variable might be causing certain behavior, that is whether there is a cause and effect relationship between variables, then causal research must be undertaken. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് സ്ട്രൈക്കിന് പോകുന്നു, ഹർത്താൽ കണ്ടക്ട് ചെയ്യുന്നു. അപ്പോൾ അവർ സ്ട്രൈക്കിന് പോകാനുള്ള കാരണം എന്താണ്, അത് അവർ സ്ട്രൈക്കിന് പോയത് കൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് വന്ന നഷ്ടങ്ങൾ എന്താണ്, അതിൻ്റെ എഫക്റ്റ് എന്താണ്. അപ്പോൾ അവർ സ്ട്രൈക്കിന് പോകാനുള്ള കാരണം, വൈ ദേ വെൻ ഫോർ എ സ്ട്രൈക്ക്, അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, അവർ സ്ട്രൈക്കിന് പോയത് കൊണ്ട് നമുക്ക് എവിടെയൊക്കെയാണ് നഷ്ടങ്ങൾ വന്നിട്ടുള്ളത്, ഏതൊക്കെ ഏരിയാസിലാണ് നമ്മൾ അതിനെ എഫക്റ്റ് ചെയ്തിട്ടുള്ളത്, ഇതിൻ്റെ എഫക്റ്റ് റിലേഷൻഷിപ്പ് കൂടി നമ്മൾ പഠിക്കുന്നു. ഈ ഒരു സിറ്റുവേഷനാണ് നമ്മൾ കോസൽ റിസർച്ച്, കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് പഠിക്കേണ്ട സിറ്റുവേഷൻസിലാണ് ഈ ഒരു ടൈപ്പ് ഓഫ് റിസർച്ച് മെത്തേഡ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. അടുത്ത ടോപ്പിക്കാണ് ഏരിയാസ് ഓഫ് ബിസിനസ് റിസർച്ച്. ഈ ഒരു ടോപ്പിക്ക് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീൽ ചെയ്യുന്നു. താങ്ക് യു ഓൾ.